തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടായി കാണുമോ? ഈ കൂടുമാറ്റ നീക്കം അതിനെ പാർട്ടി അണികൾ ഇപ്പോഴും ആ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവർ എങ്ങനെയായിരിക്കും എടുത്തിട്ടുണ്ടാവുക? അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവുമോ? അവരുടെ അമർഷം, അവരുടെ രോഷം? അത് തീർച്ചയായും മിസ്റ്റർ നമ്പ്യാർ, അതൊരു വലിയ ഘടകം എന്താന്ന് പറഞ്ഞാല്, ഒന്ന് ഈ പറയുന്ന വിജയനും ഈ പറയുന്ന പാർട്ടി സെക്രട്ടറിയും അതിന്റെ നേതാക്കന്മാരും പറയുന്ന ഒരൊറ്റ കാര്യവും പൊതുജനം വിശ്വസിച്ചിട്ടുണ്ടാവില്ല. ഇനി വിശ്വസിക്കാനേ പോകുന്നില്ല കേരളത്തിൽ. ഈ വിശ്വസിക്കാനാവാത്ത ഒരവസ്ഥ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടാവുക കേരളത്തിലെ മതന്യൂനപക്ഷ ജനവിഭാഗങ്ങളാണ്. അത് മുസ്ലിമാണ്, മറുഭാഗത്ത് ക്രിസ്ത്യനാണ്. ക്രിസ്ത്യൻ അത്രയേറെ പണ്ടുകാലം മുതലേ അടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ CPM-മായി ഏറ്റവും അടുത്ത ബന്ധം നേരത്തെ ഉണ്ടായിരുന്നത് 1964 ഉണ്ടായിരുന്നത് മുസ്ലിം ജനസാമാന്യത്തിലാണ്. ആ ജനസാമാന്യത്തെ പറ്റിക്കുകയായിരുന്നു എന്ന് ഇപ്പൊ അവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു. ആ ബോധ്യപ്പെടലിന്റെ മുന്നോടിയായാണ് ഇയാൾ ഈ കേരളത്തിനകത്ത് ഉടനീളം വിളിച്ചു പറഞ്ഞിരിക്കുന്ന സാധനമാണ് പിന്നെ നമ്മുടെ CAA, സിറ്റിസൺസ് അമെൻമെന്റ് ആക്ട്. ഈ അമെൻമെന്റ് ആക്ട് വെച്ച് മാത്രമാണ് ഇയാൾ ഈ ബടായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടത്. വേറെ ഒരു കാര്യം ഇയാൾക്ക് പറയാനില്ല. ഈ പറയുന്ന സാധനം എന്തിനു വേണ്ടിയായിരുന്നു? ഒറ്റ വിഷയത്തിന്റെ മേലെയായിരുന്നു അത്. അതെന്താ പറഞ്ഞാൽ, അത് മുസ്ലിം വോട്ട് ബാങ്കിനെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുക എന്ന രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരുന്നു. അതാവട്ടെ, അത് അങ്ങനെയല്ലാതെ വളരെ ഗൗരവതരമായ ആ വിഷയത്തെ സമീപിച്ച ആളായിരുന്നു സഖാവ് MBR-ന്റെ ബദലിലേക്ക്. അത് കിട്ടുന്ന വിഷയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ കാര്യത്തിലേക്ക് ഇപ്പൊ അത് കടക്കുന്നില്ല. പക്ഷേ ആ വിഷയത്തെ തള്ളി പറഞ്ഞിരിക്കുന്നതിൽ പ്രമാണിയായി നിന്നിരിക്കുന്ന ആളാണ് ഇപ്പൊ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ വോട്ട് ബാങ്ക് അനിവാര്യമാണ് എന്ന് തിരിച്ചറിയുന്നു. കാരണം ജയിക്കാൻ ആവശ്യമാണത്. അതിനേക്കാൾ പ്രധാനം എന്താണ്, CAA-യുടെ ഭാഗമായി ഇന്ത്യയിൽ ആകെ ഉണ്ടാക്കുന്ന ആദ്യത്തെ ഡിറ്റൻഷൻ സെന്റർ അതെവിടെയാ? അത് കൊല്ലത്തെ മയ്യനാടല്ലേ. ആ കൊല്ലത്തെ മയ്യനാട് ഡിറ്റൻഷൻ സെന്റർ കൊണ്ടുവരുമ്പോൾ അത് ആരാണ് അതിന് അനുമതി കൊടുത്തത്? ഈ പറയുന്ന മഹാമാന്യായിരിക്കുന്ന ആളല്ലേ. അയാൾ തന്നെയാണ് ഇല്ലാത്തൊരു സംഭവത്തിന്റെ മേലെ വ്യാജ നിർമ്മിതി ഉണ്ടാക്കി നാട് മുഴുവൻ തന്നെ ഈ CAA-ക്കെതിരെ വലിയ വർത്താനവും പറഞ്ഞു നടന്നത്. അതിന്റെ ഫലം എന്തായിരിക്കും? ഇപ്പോ ജനത്തിന് ഇത് പൂർണ്ണമായും മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് മനസ്സിലായതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ അർദ്ധവാദിയിൽ മനസ്സിലായിരിക്കുന്നവർക്ക് അത് സമ്പൂർണ്ണമായി മനസ്സിലായിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇനി ഒരിക്കൽ പോലും നേരത്തെ ഉള്ളതുപോലെ ഒരിക്കലും ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനകത്ത് പ്രത്യേകിച്ച് CPIM-നെ കേരളത്തിലെ മതന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ വിശ്വസിക്കില്ല. ഒന്ന്. രണ്ടാമത്തെ വിഷയം, കേരളത്തിനകത്തെ NGO വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട്, അവരും വിശ്വസിക്കില്ല. ഇയാൾ കള്ളനാണ് എന്ന് അയാളെ തന്നെ എക്സ്പോസ് ചെയ്തിരിക്കുന്നു. ഈ കള്ളന് ചൂട്ടുപിടിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ സാക്ഷാൽ ഇപ്പോൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായി ഇപ്പോഴും പ്രവർത്തിക്കുന്ന EP ജയരാജനെന്നും വെളിവാക്കപ്പെടുന്നു. ഒരു വസ്തുവിന് കൊള്ളാത്ത ഒരു പാർട്ടി സെക്രട്ടറിയാണ് നമ്മുടെ MB ഗോവിന്ദൻ എന്ന് അയാളും വിളിച്ചിരിക്കുന്നു. സത്യത്തിൽ ഈ പാർട്ടിയുടെ രാഷ്ട്രീയമായിരിക്കുന്ന പ്രസക്തി ഇനി എന്ത് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഇതിന്റെ പ്രസക്തി? ഇതിന്റെ യുവജന സംഘടനയുടെ പ്രസക്തി എന്താണ്? ഇതിന്റെ മഹിളാ ഫെഡറേഷന്റെ പ്രസക്തി എന്താണ്? ഒന്നുമില്ല. രാഷ്ട്രീയമായി ദുർബലമാക്കിയെന്ന് മാത്രമല്ല, നാളെ നിങ്ങൾ പ്രയോഗിക്കാനിരിക്കുന്ന രാഷ്ട്രീയ തന്ത്രത്തിന് വരെ നിങ്ങൾ വെച്ച് എന്താ അറിയോ, കത്തി വെച്ച് അറുത്ത് മുറിച്ചു കളഞ്ഞു നിങ്ങൾ. അതുകൊണ്ട് തന്നെ BJP എന്തായിരുന്നു ആഗ്രഹിച്ചിരുന്ന സംഭവത്തിന്റെ ഏറ്റവും മനോഹരമായ രീതിയിൽ അത് നടത്തിപ്പ് കൊടുക്കുന്നതിൽ പങ്കുവഹിച്ചിരിക്കുന്ന ആളാണ് ഈ പറയുന്ന മിസ്റ്റർ വിജയനും ഒപ്പം ഈ പറയുന്ന EP ജയരാജൻ അത് ഭംഗിയായി നടത്തി കൊടുത്തു. പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനാ സംവിധാനം അല്ലെങ്കിൽ UDF എന്ന് പറയുന്ന സംഘടനാ സംവിധാനം ഉള്ളതുകൊണ്ട് BJP വിചാരിച്ചതുപോലുണ്ടായിരിക്കുന്ന വേഗതയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്തേക്കുന്ന ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടായിത്തീരും എന്നത് മാത്രമാണ് വാസ്തവത്തിൽ അതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് മിസ്റ്റർ നമ്പ്യാർ.